ഇവിടെ നോക്കിയ പ്രേമേന്ദ്രൻ, അവിടെ നോക്കിയ പ്രേമേന്ദ്രൻ, മറ്റിടത്ത് നോക്കിയ പ്രേമേന്ദ്രൻ. ഇതെന്തോന്ന് പ്രേമേന്ദ്രൻ? കൊല്ലത്തിന്റെ പ്രേമലു ഇങ്ങനെ ആറാടി നടക്കുന്നതിനെ കുറിച്ച് ബിന്ദു കൃഷ്ണയ്ക്ക് 100 നാവാണ്. അതിനെ പൊളിച്ചടുക്കി കൊടുത്തിരിക്കുന്ന മാധ്യമപ്രവർത്തകൻ അരുൺകുമാറിന് എത്ര രീതിയിലുള്ള അഭിനന്ദനം കൊടുത്താലും മതിയാവുകയില്ല. UDF-ൽ നിന്നപ്പോഴുള്ള പ്രേമേന്ദ്രനല്ല LDF-ൽ നിന്നപ്പോൾ ഉണ്ടായ പ്രേമേന്ദ്രൻ. LDF-ഉം UDF-ഉം പ്രേമേന്ദ്രന് ഒന്നുമല്ല. ഇപ്പോൾ വേണ്ടത് BJP വോട്ടുകളാണ്. BJP വോട്ടുകൾ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ പ്രേമലു ജയിച്ചു കയറൂ എന്നാണ് എല്ലാവരും പറയുന്നത്. എന്താണ് ഷിബു ബേബി ജോണിന്റെ അഭിപ്രായം എന്ന് ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. കൊല്ലത്തെ പ്രേമലു അഥവാ കൊല്ലത്തെ പ്രേമേന്ദ്രൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ മാന്യ വ്യക്തി BJP-യുടെ UDF-ന്റെ സംയുക്ത സ്ഥാനാർത്ഥിയാണ്. അതായത് UDF-ന്റെയും BJP-യുടെയും കൂടി സ്ഥാനാർത്ഥിയാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്കറിയില്ല കേട്ടോ. യഥാർത്ഥത്തിൽ പ്രേമേന്ദ്രൻ ജയിച്ചാൽ ഇത്തവണ BJP-ക്ക് ഒരു കേന്ദ്രമന്ത്രിയെ കൂടി കിട്ടും എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അതായത് BJP ദേശീയ നേതൃത്വത്തിൽ RSPക്ക് ഒരു ക്യാബിനറ്റ് റാങ്ക് വരെ കൊടുത്തേക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അത്രമാത്രം ടൈപ്പാണ് നരേന്ദ്രമോദിയും പ്രേമചന്ദ്രനും തമ്മിൽ. കാരണം അവർ സുഹൃത്തുക്കളാണ്, വലിയ രീതിയിലുള്ള ഉറ്റ ചങ്ങാതിമാരാണ്, ചങ്ക് ബ്രോസാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ രീതിയിലും ആശയവിനിമയം നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. മാത്രമല്ല കൊല്ലത്ത് കഴിഞ്ഞ തവണ പ്രേമേന്ദ്രൻ ജയിച്ചത് 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. BJP-യുടെ കൂടി വോട്ട് കിട്ടിയത് കൊണ്ടാണ് ഇത്രയധികം ഭൂരിപക്ഷമെന്ന് ആളുകൾ പറഞ്ഞപ്പോൾ അതിനെ മറുപടി പറഞ്ഞത് കൊല്ലത്ത് നിശബ്ദമായ തരംഗമായിരുന്നു. കേരളത്തിലെ 19 സീറ്റുകളിലും UDF സ്ഥാനാർത്ഥികൾ മികച്ച വോട്ടിന് ജയിച്ചത് അവർ BJP-യുടെ വോട്ട് കൊണ്ടായിരുന്നോ എന്ന പ്രേമചന്ദ്രന്റെ മറുപടി ഉണ്ടായിരുന്നു. എന്നാൽ ഇക്കുറി അങ്ങനെയല്ല. ഇക്കുറി പ്രേമേന്ദ്രൻ അതിലും കൂടുതൽ ഭൂരിപക്ഷമാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. കാരണം ക്യാബിനറ്റ് മന്ത്രിയാകണമെങ്കിൽ ഒരു വിലയൊക്കെ വേണ്ടി കുറഞ്ഞത് ഒരു 2-2.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം. അതാണ് പ്രേമേന്ദ്രൻ എക്സ്പെക്ട് ചെയ്യുന്നത്. മുകേഷ് ഒരു കാര്യം കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. സമസ്ത മേഖലകളിലും വികസനം കൊണ്ടുവന്നിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെ തൂക്കിപ്പറക്കി എടുത്തറിയാൻ മാത്രമുള്ള കെൽപ്പൊന്നും പ്രേമേന്ദ്രനില്ല. പ്രേമേന്ദ്രൻ എന്തെല്ലാം രീതിയിൽ വികസനം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നാട്ടുകാർ വിലയിരുത്തട്ടെ. കൊല്ലത്തും ചടയമംഗലത്തും എല്ലാ മേഖലകളിലും പ്രേമേന്ദ്രന്റെ ഫ്ലക്സുകൾ ഒട്ടിച്ചിരിക്കുമ്പോൾ സ്വന്തം പ്രേമലു എന്നൊക്കെ എഴുതി പിടിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം മാത്രം പറയട്ടെ, പെട്ടി തുറക്കുമ്പോൾ പ്രേമേന്ദ്രന് BJP വോട്ടിന് കിട്ടിയില്ലെങ്കിലോ വളരെ നിരാശയായിരിക്കും ഫലം. പക്ഷെ കാര്യമില്ല, കൊല്ലത്ത് സാധാരണയായി BJP-ക്ക് നന്നേ കുറവാണ്. 1 ലക്ഷം പോലും വോട്ട് അവർക്ക് കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. അവർക്ക് ആധിപത്യമുള്ള മേഖലയിൽ പോലും അവർ പാർലമെന്റ് വരുമ്പോൾ മിണ്ടാതെ നിശബ്ദമായി ഇരിക്കുന്നു എന്നത് പ്രേമേന്ദ്രന് കൊടുക്കുന്ന അംഗീകാരമല്ലേ സുഹൃത്തുക്കളെ? ആ അംഗീകാരം ഇത്തവണയും വോട്ടായി പ്രേമേന്ദ്രനിലേക്ക് മാറും എന്ന് തന്നെയാണ് എല്ലാവരുടെയും കണക്കൂട്ടൽ.